ഹായ്. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. സമയം 10 മണി ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി 10-11 മണിക്ക് കെട്ടിവെച്ച മുടി ഇപ്പൊ അഴിക്കുന്നതേ ഉള്ളൂ. ഒരു ചെറിയ ഹെയർ കെയർ റൊട്ടീനിലൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എക്സ്ട്രീം ലെവൽ ഓഫ് ഹെയർ ഫോൾ ആണ്. ഇപ്പൊ എന്റെ തലയിലുള്ള മുടിയുടെ രണ്ടരട്ടി മുടി ആക്ച്വലി എനിക്കുണ്ട്. അത് മൊത്തം ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഹെയർ ഫോളാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അതിനായിട്ടൊന്നും ചെയ്യുന്നില്ല. ഹെയർ ഫോളിന് വേണ്ടല്ലോ, ഹെയർ ഫോൾ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടോ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടോ ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ഒഴുക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഹെയർ ഫോള് എന്നെനിക്ക് തോന്നുന്നു. ഭയങ്കര രീതിയിൽ പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാണ്ട് എനിക്ക് ആകെയുള്ളൊരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ബ്ലഡ് തീരെയില്ല. അപ്പൊ ബ്ലഡിനകത്ത് ഉണ്ടാവേണ്ട പല സാധനങ്ങളും ഇല്ല. അതൊക്കെ തന്നെ ഉള്ളു മെയിൻ റീസൺ. പെണ്ണുങ്ങൾക്ക് അതൊക്കെ വലിയ റീസൺസ് ആണെന്ന് നമുക്ക് ഇതുപോലെ മുടിയൊക്കെ പോയി തുടങ്ങുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇപ്പോഴെങ്കിലും ഞാൻ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മുട്ടയടിക്കേണ്ടി വരും. റോസ്മേരിന്റെ ലീവ്സ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വല്ലപ്പോഴും ചെയ്യും, എപ്പോഴും ചെയ്യത്തില്ല, അങ്ങനെയായിരുന്നു. എൻ്റെ മെയിൻ ഒരു മടിയുള്ള കാര്യമാണ് കൺസിസ്റ്റൻസി കൊടുക്കുക എന്നുള്ളത്. എന്ത് കാര്യത്തിനായാലും നമ്മൾ 10 ദിവസങ്ങൾ അടുപ്പിച്ച് ചെയ്താലേ എൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നെഗറ്റിവിറ്റി. അപ്പൊ തൽക്കാലം നമുക്കിതിങ്ങനെ ചെയ്യാം. അപ്പൊ എന്നത്തെയും പോലെ രാവിലെ ചേട്ടായി മോളും പോയി. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹെയർ ഫോളും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും. അപ്പൊ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ വൈറ്റമിൻ ഡിന്റെ ടാബ്ലറ്റ്സ് എടുത്ത് അതിനോടൊപ്പം തന്നെ എൻ്റെ ഹെയറും കൂടി ജസ്റ്റ് ഒന്ന് ഇത്രയും ദിവസം മൈൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും പോവാൻ നേരത്ത് മുടി ചെയ്യുക എന്നുള്ളതല്ലാണ്ട് മുടിയുമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ആ ഒരു ബന്ധം ഞാൻ വീണ്ടും സ്ഥാപിച്ചെടുത്തു. ഇപ്പൊ ഞാൻ എല്ലാത്തിനും നിരത്തി പിടിച്ചിട്ടും തേച്ച് കൊടുക്കുന്നുണ്ട്. അവർക്ക് 2 പേർക്കും ഞാൻ പറഞ്ഞില്ല ഓൾറെഡി. മോൾക്കാണെങ്കിൽ മുടിക്ക് തീരെ കനവില്ല. ഇങ്ങനെ ഒരു മുടി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡോഗിന്റെ രോമത്തിന് അതിനേക്കാളിക്കിന് കനവുണ്ട്. അതാ അവസ്ഥ. ചേട്ടയുടെ പിന്നെ പറയണ്ട, അവന് മുടിയൊന്നും ഒരു വിഷയമേ അല്ല. അവൻ പറയുന്നത് അവൻ്റെ അച്ഛയ്ക്ക് മുടി കുറവാ, മീൻസ് ഇപ്പോ മുടി പോയിട്ടുണ്ട്. അപ്പൊ അവൻ പറയുന്നത് അതുപോലെ തന്നെ അവനും ആവും, എന്തോരം നോക്കിയിട്ടും കാര്യമില്ല, അത് മൊത്തം പോകത്തേ ഉള്ളെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കാതിരുന്നിട്ട് പോകുന്നതും നാച്ചുറലായിട്ട് പോകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്നലെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് അലക്കാമെന്നും പറഞ്ഞത് മാറ്റി വെച്ചു. അപ്പൊ ഞാൻ ഇന്ന് അങ്ങനെ ചെയ്യുന്നില്ല. ഇന്ന് വെയിൽ വരുന്നതിനേക്കാളും മുന്നേ, അലക്കലിൻ്റെ അവിടെ വെയിൽ വരുന്നതിനേക്കാളും മുന്നേ അലക്കിയിടാന്ന് വിചാരിച്ചു. 2 പേര് ഇവിടുന്ന് ഇറങ്ങിപ്പോയതിൻ്റെ വെടിക്കെട്ട് മൊത്തം ഈ പെരയ്ക്കകത്തുണ്ട്. അതെല്ലാം തീർത്ത് ഒന്ന് ഒതുക്കി പെറുക്കി എല്ലാം ചെയ്തിട്ട് ചോറിനുള്ളത് അടുപ്പത്ത് വെച്ചിട്ട് അലക്കാനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അലക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചോറ് വയ്ക്കും. അപ്പോൾ 2 പരിപാടികളും കഴിഞ്ഞു. പിന്നെ കറി മാത്രം വെച്ചാൽ മതി. എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. ആ സാധനം വേറൊരാളുടെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ പോലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ മേടിച്ചിട്ട് ഏറെക്കുറെ ഒരു 5-6 മാസമായി. ഈ ഇത്രയും ദിവസത്തിന്റെ ഇടയ്ക്ക് ഞാൻ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഇതാണ്. സാധനം ഇത് എൻ്റെ കൂടെ ആരെങ്കിലും വരുമ്പോൾ നേഹയുടെ കയ്യിൽ എപ്പോഴും ഈ സാധനം ഉണ്ടാവും. അവിടെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെവി വെച്ചിരിക്കുന്ന കാണും. അതിൽ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒട്ടുമിക്ക എല്ലാവരുടെയും ചെവിയിൽ കുന്ത്രണ്ടുണ്ടാവും. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഇറിറ്റേഷൻ അടിക്കും. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഒരു ദിവസം പോയി റാൻഡംലി ചെക്ക് ചെയ്തു. ബോട്ടിന്റെ ഐറ്റം മതിയെന്ന് രാജേഷ് പ്രിഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇത് തന്നെ മേടിച്ചു. നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ സാധനം ചെവിയിൽ തന്നെ ഇത് ഇരിക്കുന്നില്ല. ഇതിങ്ങനെ ചാടി പോവാ. ഞങ്ങൾക്കാണെങ്കിൽ ഇതിന്റെ സെറ്റിങ്സ് ഒന്നും അറിയത്തുമില്ല. ഇതിങ്ങനെ ചാടി പോവാ. അപ്പൊ എന്നാ കാര്യം അറിയത്തില്ല. ഞാൻ എന്നിട്ട് നേഹ എടുത്ത് വെച്ചപ്പോൾ നേഹ പറഞ്ഞു അതിന്റെ ഈ സാധനം ഉണ്ടല്ലോ, ഇതിന് തുമ്പത്തുള്ള ഈ ഒരു പ്ലാസ്റ്റിക്, ഇത് പല വലിപ്പത്തിലുള്ളതുണ്ട്, അതിന്റെ ഉള്ളിലുണ്ടാവും, ആ ബോക്സിന്റെ ഉള്ളിലുണ്ടാവും, ചെക്ക് ചെയ്യുന്നിട്ട് ഏറ്റവും ചെറുത് എടുത്തിരുന്നു പറഞ്ഞു. അപ്പൊ കറക്റ്റായിട്ട് നമ്മുടെ ചെവിക്കകത്ത് അതിങ്ങനെ പിടിച്ചിരിക്കുക പറഞ്ഞു. അങ്ങനെ അവള് പറഞ്ഞനുസരിച്ചിട്ട് ഞാനത് ഊരി മാറ്റി ചെറുതെടുത്തിട്ടു. അപ്പൊ ഇപ്പൊ ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന ചേട്ടൻ തന്നെയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇത് കിട്ടാറേ ഇല്ല. ഞാനിത് ഉപയോഗിക്കാറില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് കോച്ചിങ് സെന്ററിൽ ഞങ്ങൾക്ക് ഈ റെക്കോർഡ് ക്ലാസ്സസ് വരും. അതായത് ഓൺലൈൻ ക്ലാസ്സുകാർക്ക് കൊടുക്കുന്ന ലൈവ് ക്ലാസ്സുകൾ ഞങ്ങൾക്ക് റെക്കോർഡായിട്ട് ഞങ്ങൾക്കും കിട്ടും. അപ്പോൾ അത് ഞാൻ യൂഷ്വലി ആ ഒരു ക്ലാസ്സുകൾ അങ്ങനെ കണ്ടിന്യൂസ്ലി ഒന്നും കേൾക്കാറില്ല. വല്ലപ്പോഴും കേൾക്കുന്നത് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ വേറെ എന്തെങ്കിലും പാത്രം കഴുകുകയോ വല്ലതും ഉണ്ടാക്കുകയോ അരിയോ പൊറുക്കുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വോയിസ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അന്നേരം ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വളരെ 2 ക്ലാസ്സും കണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ കേട്ടു. അലക്കാനൊക്കെ ഇറങ്ങുന്ന നേരത്ത് ഇത് ചെവിയിൽ വെച്ചുകൊണ്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് ഇത് കംപ്ലൈന്റ് ആയിരുന്നേ. ഇത് മേടിച്ചോണ്ട് വന്നിട്ട് ഞങ്ങൾ കുറേയൊക്കെ അന്നത്തെ ആ ഒരു പുതുമേല് കുറേയൊക്കെ ഉപയോഗിച്ചു. പിന്നെ ഈ സാധനം ഇത് ഓൺ ആവുന്നില്ല. ഒരെണ്ണം തീരെ വർക്ക് ചെയ്യുന്നില്ല.
ഇതിന് ഓരോ സ്വിച്ച് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വല്ലതുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനൊരു ദിവസം എടുത്തുകൊണ്ട് പോയി നേഹനെ കാണിച്ച് നോക്കുമ്പോൾ അവക്കറിയാവുന്ന പണികളെല്ലാം അവളെ ചെയ്ത് നോക്കി, ഇത് ഓണാവുന്നില്ല. ഫോണിലെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കി ഒരെണ്ണം മാത്രം വർക്ക് ചെയ്യുന്നില്ല. പിന്നെ തിരിച്ച് വിഷമിച്ച് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചേട്ടായിയാ കണ്ടുപിടിച്ചേ, ഇതിന്റെ അടിയിലേ ഇത് ചാർജർ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോട്ട്സ് ഉണ്ട്. അതാണ് ഈ ബോക്സിൽ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. അപ്പൊ ഈ ബോക്സിൽ നിന്ന് ഇത് ചാർജ് ആവുന്ന ഒരു സംഭവമാണ് ഇത്. അതിന്റെ ആ ഒരു 2 ഹോളും ഉണ്ടായിരുന്നില്ല, 3 ഹോളായിട്ടിരിക്കുകയായിരുന്നു. അതിനൊരു ചാർജർ ഉണ്ടാവില്ല, ആ ചാർജർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മേടിച്ച കടയിൽ ചെന്നപ്പോഴത്തേനും 1 വർഷത്തിനുള്ളിൽ റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ടായിരുന്നു നോട്ടിന്റെ ഐറ്റംസിനൊക്കെ. അപ്പൊ അങ്ങനെ അവര് അവിടെ നിന്നോട് അവരുടെ സൈറ്റൊക്കെ പറഞ്ഞു തന്ന് നമ്മളോട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ തന്നെ ചെയ്യാൻ നോക്കിയിട്ട് റെഡി ആവുന്നുണ്ടായിരുന്നില്ല, കുറേ എന്തൊക്കെയോ ചെയ്യാണ്ടായിരുന്നു. അപ്പൊ പിന്നെ വീണ്ടും കടയിൽ കൊണ്ട് കൊടുത്തു, അവിടുത്തെ പിള്ളേർ തന്നെ ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ വന്നിട്ട് ഇത് കൊണ്ടുപോയി തിരിച്ച് റീപ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. പുതിയ സാധനം വന്നു. പക്ഷെ ഇതേ ഐറ്റം തന്നെയാണ് എന്റെ കയ്യിലുണ്ടായിരുന്നത്, പക്ഷെ ഇത് പുതിയ പീസാണ് വന്നത്. 3 മണിയായിട്ടോ. അപ്പൊ ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി പോവാൻ ഇറങ്ങാൻ നിൽക്കുക. ഇന്നും വെയിൽ ഒരു രക്ഷയില്ല, കുടയും വടിയൊക്കെ എടുത്തിട്ട് തന്നെ പോവാൻ. കുറച്ച് ദൂരം നടന്നിട്ട് വേണം ബസ് കയറി പോകാനായിട്ട്. അതുപോലെ ബസ് ഇറങ്ങിയ സ്കൂളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. കുടയില്ലെന്നുണ്ടെങ്കിൽ കറുത്തു പോകും ഗൈസ്. അപ്പൊ ശരി, പോയിട്ട് വരട്ടെ. തൃശ്ശൂർ കലോത്സവം നടക്കണം, അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇത് കേച്ചേരി ആട്ടോ. കേച്ചേരി സെന്റർ മുതൽ അടുത്ത സെന്റർ വരെ 2 സൈഡിലേക്കും 2 സൈഡല്ല 4 സൈഡിലേക്കും ബ്ലോക്കാണ്. കാരണം കൃത്യം ഈ സെന്ററിന്റെ നടുക്ക് തന്നെയാണ് എല്ലാ ബസ്സുകളും കൊണ്ടുവന്ന് നിർത്തുക, ബസ്സിന്റെ സ്റ്റോപ്പുകൾ വരുന്നത്. ബസ് അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പുറകെ വരുന്ന വണ്ടിക്കാരെല്ലാം ഇങ്ങനെ നിൽക്കേണ്ടി വരും, മണിക്കൂറുകളോളം ബ്ലോക്കാട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ആകെ മൊത്തത്തിൽ കളറായിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റേജ് കാണാനുണ്ട്, നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് അപ്പുറത്ത് പോവാം. ഇവിടെ നമുക്കൊരു സ്റ്റേജ് ഉണ്ട്, അതുപോലെ ആ ഭാഗത്തുനിന്നും ഒരു സ്റ്റേജ് കാണുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. ഒരു ആവറേജ് വണ്ടിപ്രാന്ത്. 2 സ്റ്റേജ് ഇപ്പം നമുക്ക് കാണാം. ഇവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്. ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ്സ് ആണ് അതെല്ലാം. പാർക്ക് തുറന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പോവാ. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു ഞങ്ങള്. പാർക്കിൽ പോണെന്നും പറഞ്ഞിട്ടാ. എന്റെ പൊന്നെ, കഴിഞ്ഞ ഞായറാഴ്ച അല്ലേ ഇവിടെ വന്ന് കിടന്നിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ ഇതിനകത്ത് കയറി കിടന്ന്. സമയം 9 മണിയാണേ. 9 അല്ല, 9:45 10 മണിയാവുന്നു. പാർക്ക് തുറന്നിട്ടുണ്ടോ നോക്കട്ടെ. വീട്ടിൽ കയറണ്ട, ഇങ്ങനെ അങ്ങ് നടന്നോളണം. നേരം വെളുക്കുന്നിടം വരെ ഇങ്ങനെ അങ്ങ് നടന്നോളണം. പാർക്ക് തുറന്നിട്ടുണ്ടോ നോക്കിയോ? ഉപ്പിലിട്ടതാ ഈ നേരത്താ? ആ, തേവയാ ഇത്? സോറി, വയറ് വന്നുള്ള കാര്യം ഞാൻ അറിയില്ല. വായും വയറുമായിട്ടൊരു സാധനം നടപ്പുണ്ടെന്നുള്ള കാര്യം ഓർത്തിട്ട് വേണം വർത്താനം പറയാൻ. വേറെ എവിടേക്കോ ഇതിനകത്ത് സ്റ്റേജസ് ഉണ്ട്, പക്ഷെ ഇനി നടക്കാനുള്ള ശേഷിയില്ല. പിന്നെ വണ്ടി ഇങ്ങ് അറ്റത്താണ് വെച്ചേക്കുന്നത്. അവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും വീണ്ടും ഈ റൗണ്ട് വെക്കേണ്ടി വരും. 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. പിന്നെ കണ്ട 2 സ്റ്റേജിലും വലിയ ഗുമ്മെന്നുള്ള പരിപാടികളല്ല, സാധാരണ കലോത്സവത്തിൽ കണ്ടിട്ടുള്ള പരിപാടികൾ. പുതിയ ഡാൻസ് എനിക്ക് ഒട്ടും മനസ്സിലായില്ല, അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടേ.
ഈ നേരത്തെ പോയി ഉപ്പിലിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എന്നാ വിചാരിക്കും. ഒരെണ്ണം എടുക്കാവുള്ളൂ കേട്ടോ, നിലത്തൊന്നും കളഞ്ഞേക്കരുത്. വലിയ നെല്ലിക്കായ, നിന്നെക്കൊണ്ട് മൊത്തം തിന്നാൻ ഒക്കത്തില്ല കേട്ടോ. ചെക്കന്മാരും ഉണ്ട് കേട്ടോ, അമ്മമാര് കറങ്ങിയടിച്ച് നടക്കുക. രാത്രിയിൽ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതോടെ എന്താണ് നിന്റെ അഭിപ്രായം? കഴിക്കുക. ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, ഉപ്പിലിട്ട് മേടിച്ചിട്ട് ഉപ്പ് പിടിച്ചിട്ടില്ല. എല്ലാ ഡാൻസിനും ഒരൊറ്റ പാട്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞില്ലേന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ വന്നപ്പോ മുതൽ കേൾക്കുന്ന ഇതേ പാട്ട് തന്നെയാ. ഒപ്പനയ്ക്കാണെങ്കിലും ഒരേ പാട്ട്. ഇതെന്നാ ഡാൻസ് ആയിരുന്നു? പഴയ എടാ, അതൊരു ആദിവാസി വിഭാഗമാണ്, പഴയോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. അവരെ ഡാൻസ് അവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. വന്നപ്പോ മുതൽ 3 ഗ്രൂപ്പ് കളിച്ചു കഴിഞ്ഞു. 3 ഗ്രൂപ്പ് 4 ഗ്രൂപ്പ് എല്ലാവർക്കും ഒരേ പാട്ട്. ആ വണ്ടി എന്തിനാ ഇവിടെ കൊണ്ടുവിട്ടെന്ന് അറിയാമോ? എന്തിനാ? 4 പേര് കൂടുന്നിടത്ത് ഒരേ മണ്ടം വണ്ടി, 10 പേര് അതിൽ നോക്കിക്കൊണ്ട് നടക്കുമല്ലോ. ഈ തൃശ്ശൂരുകാരുടെ ഒരു സ്വഭാവമായിരുന്നു അഹങ്കാരം കാണിക്കുക. അതിന്റെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അത് അവിടെ എവിടെ കണ്ട് മാറി നിന്നിട്ട് വരുന്നവരും പോകുന്നവരൊക്കെ ആ വണ്ടി നോക്കുന്നത് കണ്ട് ആസ്വദിച്ചുകൊണ്ട് വേറെ എവിടെ കണ്ട് മാറി നിൽക്കുന്നു. നല്ല നിൽക്കാല്ലേ ഈ കുറേ ദിവസത്തേക്ക്. ഇതൊക്കെ തന്നെയാണ് തൃശ്ശൂർ ഓണാണ്. തൃശ്ശൂർ എപ്പോഴും ഓണാണ്, എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും. കുറച്ചു കാലം മുന്നേ വരെ ഞാൻ ഏറ്റവും കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു സംഭവമായിരുന്നു ഇതുപോലെ ലെവൽ ക്രോസും ട്രെയിനും ഒക്കെ. അതിന് നിനക്ക് ഹൈറ്റ് പേടിയല്ലേ? ഇങ്ങനെ ഒരു ഫ്ലാറ്റിന്റെ ഏറ്റവും വെളുത്ത നിലയൊന്നും വേണ്ട, ഒരു നടുക്കത്തെ നില ആ വേണ്ടല്ലേ. മേളിൽ നിന്നും താഴെ നിന്നൊക്കെ ബഹളമായിരിക്കും. ഏറ്റവും വെളുത്ത നില. നിന്റെ കാശുണ്ടോ? അതില്ല. ഡയലോഗിനൊരു കുറവുമില്ല. ശരിയല്ലേ, വളരെ കുറച്ച്. 10 മണിയായി, എല്ലാവരും കിടന്ന് ഉറങ്ങിക്കാണും. അതിലൊക്കെ ആളുണ്ട്, ലൈറ്റ് ഇപ്പോൾ തുടങ്ങി. അത് ഒരു പ്രത്യേകതരം ഡാൻസും ഒരു പ്രത്യേകതരം പാട്ടും അല്ലേ? എവിടെയും നമ്മൾ കേട്ടിട്ടില്ല. കളിക്കുന്നുണ്ട്. തോർത്തഴിഞ്ഞു പോയി, തോർത്തിന്റെ കെട്ടഴിഞ്ഞു പോയി. അതിലൊരു കുട്ടിയുണ്ട് തീരെ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാണ്ട് വടി പോലെ നിന്നിട്ട് കളിക്കുന്നത്. അവരതൊക്കെയാണ് മാർക്കിനെ കൺസിഡർ ചെയ്യുക. ഈ പണിയല്ലേ നിനക്ക് ഇഷ്ടം? പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പം ഉള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് വല്ല PSC ഒക്കെ രജിസ്റ്റർ ചെയ്തിടണമായിരുന്നു. അയ്യേ, അവിടെ മുങ്ങിയതല്ല പരിപാടിയാ. ഞാൻ ഇവിടെ പോകുമെന്ന് വിചാരിച്ച് നോക്കിയിരുന്നു. തലയിലിടിക്കരുത് കേട്ടോ. കൈവെള്ളരെ രേഖ പോലെ തൃശ്ശൂർ അറിയാത്ര. കോപ്പറിയാം. എത്ര നാളായി നീ തൃശ്ശൂർ ഇങ്ങനെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്? ട്രെയിൻ പോയപ്പോ കിളി പോയി. ഇലക്ട്രിക് വണ്ടി പോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് പിടിച്ചോണ്ടിരിക്കുന്നു. പഴയ ഓർമ്മ. ഏതറിന് 24 മണിക്കൂർ കുറ്റവും പറയൂ. മനസ്സ് നിറച്ച് ഏതറാ. അങ്ങോട്ട് നോക്കി ഉച്ചപ്പെട്ട് ഇരിക്കുന്നുണ്ടോ അതിന്റെ മേലെ? ഇവിടെ പഴയ പജീറോ. ഇവിടെ ഏതൊക്കെയോ പഴയ വണ്ടികൾ നീ കാണിച്ചു തന്നിട്ടുണ്ട്. ഒറ്റ വീടോ? ഡോക്ടറുടെ വീട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. വണ്ടികളും കണ്ടിട്ടുണ്ട്. അതന്നെ എന്റെ കണ്ണിനകത്ത് കുരുവായിരുന്നു. ഇപ്പൊ നമ്മൾ അതിൽ കൂടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് കാണിക്കാൻ വേണ്ടൊന്നും അങ്ങോട്ട് പോകണ്ട. സമയം 10:30 എടാ, ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. വീഡിയോയിലോ? പിന്നെ അതൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം.
ആസ്വദിക്കും. അന്ന് ഞാൻ ആ വീഡിയോ എടുത്തിട്ട് അവക്ക് അയച്ചു കൊടുക്കാം. എടി നീ ഒന്ന് കാണ്, രാജേഷിന്റെ റിക്വസ്റ്റാ, ഒന്ന് കാണ്. ഞങ്ങൾ തൃശ്ശൂരൊക്കെ പോയിട്ട് വരുമ്പോൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നൊരു കടയാ ഇത്. മുതുവറ എന്ന് പറയുന്ന സ്ഥലമാണ്. ചായ മേടിച്ചരാം, നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ആക്കിയിട്ട് കുടിച്ചാ മതി. ഉടനെ ആറ്റിറ്റ്യൂഡ് നോക്കിക്കേ നോക്കിക്കേ പെണിങ്ങി. അത് അതിന്റെ അടിയിൽ കൂടെ പൊക്കി നോക്കുന്നു. അയ്യേ ഐസ്ക്രീം വരട്ടെ? അതിനുള്ളതൊരു ചെറിയ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലായി തരുന്നത്. എന്താ വെച്ചാൽ സ്പൂണും തന്നാല് അതിലാവുമ്പോ എന്താ വെച്ചാല് ഇത്രയും സഹകരണ മനോഭാവമുള്ളൊരു ചേട്ടൻ. അവളത് കുടിക്കാത്തതിന്റെ പേരിൽ ഐസ്ക്രീം മേടിച്ചു തരാന്ന്. ഐസ്ക്രീം എടുത്തിട്ട് തരാന്ന്. ഇത് കുടിക്കിടി കുടിക്കിടി എന്ന് പറഞ്ഞ് നീക്കി 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 ഭൂപടമായി. മേശപ്പുറത്ത് ഭൂപടം. ഐസ്ക്രീമിന് വേറ്റിതിരിക്കാൻ നല്ല സ്വഭാവം കേട്ടോ ഇത്. ഇതത്ര നല്ലതൊന്നുമല്ല. ആദ്യം പുള്ളി ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് കൊടുത്തു. അതവർക്ക് ഇറങ്ങുന്നില്ല. സമയം 11:45. ഞങ്ങള് വീട്ടിലെത്തിയേ. നോക്കി ഇതിനകത്ത് വേറൊരാള് വളർന്നു നിൽക്കുന്നു. ഓ എന്തു പൊന്നെ അമ്മേ. ഓ ഭക്ഷണമൊക്കെ തന്നിട്ടല്ലേ അമ്മ പോയത്? കൂട് തുറക്കാനാണ് ആള് ഉദ്ദേശിക്കുന്നത്. നാളെ രാവിലെ തുറക്കാട്ടാ. കണ്ട എങ്ങനെയും ചാടാൻ പറ്റുമെന്നാണ് ആള് നോക്കുന്നത്. ഓ രാത്രിയായി, കിടന്നുറങ്ങാൻ നോക്ക്.